വെൽക്കം ബാക്ക് ടു ദ ടോറസ് മെൻസ് ഹോസ്റ്റൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തിയുടെ ഹോസ്റ്റലിലെ വാക്കറൂൺ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബിഗ് ഹോസ്റ്റലാണ്. ഇതെല്ലാം ഓരോ മുറികളാണ്. 75 മുറികളാണ് വരുന്നത്. 75 മുറികളായിട്ട് 185ഓളം ഇൻമേറ്റ്സ് ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 60 വർഷം എന്തായാലും പഴക്കം കാണും ഈ ഹോസ്റ്റലിന്. ഇപ്പോൾ ഒരുപാട് മഹാമാരൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഹോസ്റ്റലാണ്. ഇങ്ങോട്ടോ ഇയാളായിരുന്നു മനസ്സിലാവും. എനിക്കറിയില്ല ഇതാരാണെന്ന്. ഒരാഴ്ച മുമ്പ് വന്ന് പരിചയപ്പെട്ട പുതിയ ആളാണ്. എന്തായാലും നല്ല ബ്രൗൺ കളറല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ബാത്റൂംസ്, ടോയ്ലറ്റ്സ്. ബാത്റൂം ടൂർ വേണ്ട. കെട്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നിലയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. യെസ്, ആൻഡ് ദിസ് ഈസ് അവർ ബാൽക്കണി. ചെറുക്കൻ പഠിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്. പരീക്ഷടാ. ഇത് നമ്മുടെ ജൂനിയറാണ് ഗൈസ്. 23 മെയിൻ. ഇവിടെ ക്ലോക്ക് ടവർ ആണോടാ? ക്ലോക്ക് ടവർ കാണിച്ചേ. ക്ലോക്ക് ടവർ കാണാൻ ചെയ്തില്ലേ? ഇടയിൽ കൂടെ ചെറുതായിട്ട് കാണും. ഇത് നമ്മളെ ആന്തോറിയോ എന്താണ് പറയുന്നത്, വാഴേ, അങ്ങനത്തെ എന്തോ ഒരു ചെടി. അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആട്ടോ. ഏറ്റവും വലിയ നല്ല വ്യൂ ഉള്ള ടെറസിനെ മുറി. നമുക്ക് ടെറസിന് മുറി പോവാം. ഇത് കാണുമ്പോൾ ഒരു ആക്രിക്കട പോലെ തോന്നിയെങ്കിലും ആക്രിക്കടയൊന്നും അല്ല. ഇതൊക്കെ റീയൂസബിൾ സാധനങ്ങളാണ്. ആവശ്യം വരുമ്പോൾ എടുത്തോണ്ട് പോകും. ഇവിടുന്ന് നമ്മൾ ഹോസ്റ്റൽ വ്യൂ ടെറസിൽ നിന്നുള്ള. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മെയിൻ NH കാണാം. പിന്നെ അപ്പുറത്ത് ഗേൾസ് ഹോസ്റ്റലുണ്ട്, PG ഹോസ്റ്റലുണ്ട്. സോ ദിസ് ഈസ് ദ മെൻസ് ഹോസ്റ്റൽ. ഇതാണ് മെസ്സ്. അപ്പോൾ മെസ് ഹാളിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ മരം മുറിക്കുന്ന പരിപാടിയൊക്കെ കിടക്കുക. എന്നാകെ അത് ലാസ്റ്റ് മഴ ചെയ്തപ്പോൾ 2 മരം ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഇടയ്ക്ക് ബാഡ്മിൻ്റൺ കളിക്കും, ഇടയ്ക്ക് ഇരുന്ന് പഠിക്കും. അങ്ങനെ എല്ലാം ഒരു വൈബുള്ളൊരു ടെറസാണ് കേട്ടോ ഇവിടെ. ഒരുപാട് സ്പേഷ്യസ് ആണ് ഇവിടെ. ഓക്കെ ബാ, ഞാൻ താഴോട്ട് പോവാം. ഹോസ്റ്റലിൻ്റെ വണ്ണാനോളാണ്. ഇപ്പോൾ നമ്മളെ ഹോസ്റ്റലിലെ മെയിൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് പണിയൊക്കെ? സിമ്പിളല്ലേ? എൻജോയ് ചെയ്യുന്നു. വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. സമ്മതിക്കണം ഗൈസ്. ലൂപ്പാട് വരും ഇങ്ങനെ ഹോസ്റ്റൽക്കാർക്ക് നിൽക്കാൻ വേണ്ടി. സോറി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ യൂണിറ്റ് സെക്രട്ടറി. കോളേജിൻ്റെ മെയിൻ എന്നാണ് വിചാരം. പക്ഷേ ഒരു കുഴപ്പമില്ല. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ സൈനിനെ കാണിച്ചു തരാം. The beautiful handsome boy ever. Show me daddy. Show me your face. കാണിക്ക് പോലെ. ഗൈസ് അവൻ കുറച്ച് ഇൻവെർട്ടർ ആണ് ബ്രോ ഒന്ന് കാണിക്ക്. ഇതെന്താ തുണിക്കടേ? ഗൈസ് അവൻ ചെറുക്കൻ ഇൻവെർട്ടർ ആണ്. അപ്പോൾ നമുക്ക് നാണം കുണിങ്ങി പോവാം. ഗൈസ് ഇതാണ് നമ്മളെ സിഗ്മ എബിൻ. എല്ലാവരും ഇവിടെ ഇൻവെർട്ടർ ആണ്. റൂമിലോട്ട് വാ. ഇതാണ് റൂംമേറ്റ്. ഗെയിമറാ. നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ 4-5 പേര് വെച്ച് നിൽക്കേണ്ടി വരും. സെക്കൻഡ് ഇയറിൽ നമുക്കൊരു 3 പേര്, തേർഡ് ഇയറിൽ 3 പേര്. അപ്പോൾ ഫോർത്ത് ഇയർ ആകുമ്പോൾ നമുക്ക് 2 പേര് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും ഇവനുമാണ് ഇപ്പോൾ ഈ റൂമിലുള്ളത്. നമുക്ക് 2 പേർക്കും 2 അലമാര വരും, 2 കട്ടിൽ വരും, പിന്നെ 2 ടേബിൾ വരും പഠിക്കാൻ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ ഇയാൾക്ക് ബ്ലൈൻഡാണ് ഇയാൾ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇത് നമ്മളെ മെസ് ഹാൾ. ഇത് ഹോസ്റ്റൽ ഇങ്ങനെ വരുമ്പോൾ ഉള്ള മെസ് ഹാളാണിത്. അപ്പം മെസ്സിൽ പോയി എല്ലാം കഴിക്കാം. ലഞ്ച്. ഇത് നല്ല പ്രായം. ഹോസ്റ്റലുള്ളപ്പോഴുള്ള പട്ടിയാണ് ഗൈസ്. നല്ല പ്രായമുണ്ട്. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്, നോ കോസ്റ്റ്ലി ലഞ്ച്. അപ്പോൾ ഇതാണ് ബൈക്ക് ഷെഡ് നമ്പർ 1. ഇത് ഈ വിങ്ങിനുള്ളവർക്ക് നിൽക്കാനുള്ള ബൈക്ക് ഷെഡാണ്. നമുക്ക് മൊത്തം 2 ബൈക്ക് ഷെഡാണ് വരുന്നത്. ബാ, ഔട്ട് സൈഡ് വ്യൂ ആണ്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ പേരെ കൊണ്ട് MH മുക്ക്. അപ്പോൾ ഈ വിങ്ങാണ് നമ്മളെ മുറിയുള്ളത്. ഹോസ്റ്റലിലോട്ടുള്ള എൻട്രിയാണ്. ഈ വഴി നേരെ വന്ന് അവിടെ പോയി അവിടെയാണ് നമുക്ക് മെയിൻ ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കയറാൻ പറ്റില്ല, ജൂനിയേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ആൻറ്റി റാഗിങ് അവിടെ അതിനകത്ത് അവർ ക്ലോസ്ഡ് ആയിരിക്കും 1 വർഷം. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവർ മുകളിലോട്ട് വരും. ഓക്കെ, നമ്മുടെ ഇന്റേൺഷിപ്പ് നമ്മളെ സീനിയറാണ്. നമ്മുടെ 10th ബാച്ചിലെ ഫേവറേറ്റ് സീനിയർ. പൗഡറി ഫാമിൽ പോയിട്ട് പണിയെടുക്കാൻ പോവുക. ഇന്റേൺഷിപ്പ് പോയാൽ അവധിയൊന്നുമില്ല, ഫുള്ള് പണിയാണ്. ഇതൊക്കെയാണ് ഹോസ്റ്റലിൽ ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ക്യാമറമാൻ ഒന്ന് കാണിച്ചു തരാം. ക്യാമറമാൻ അപ്പോൾ നമ്മളെ ക്യാമറമാൻ ഇതാണ് മെയിൻ. വീഡിയോഗ്രാഫി ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഇതെന്താ ബാക്കിൽ നിന്ന് കാണിക്കുന്നത്?